നമസ്കാരം. തുഞ്ചൻ വിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡോക്ടർ എം കെ മുനീർ നയിക്കുന്ന UDF മേഖലാജാഥയ്ക്ക് തിരൂരിൽ ഗംഭീര വരവേൽപ്പ്. ഉണ്ണിയാൽ അക്രമത്തിലെ മുഖ്യപ്രതി പിടിയിൽ. കൃത്യം നടത്തി മുങ്ങിയ പ്രതി കുഞ്ഞാലകത്ത് ഖാദറിനെ പിടികൂടിയത് ഗോവയിൽ നിന്ന്. ബൈക്ക് അപകടങ്ങൾ പെരുകുന്നതിനെതിരെ ബോധവൽക്കരണവുമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി. അന്താരാഷ്ട്ര പയർ വർഷത്തിന്റെ ഭാഗമായി നവാമുകുന്ദ ഹൈസ്കൂളിൽ ഒരുക്കിയ പയർവർഗ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡോക്ടർ എം കെ മുനീർ നയിക്കുന്ന UDF മേഖലാ പ്രചരണ ജാഥയ്ക്ക് തിരൂരിൽ രാജോചിത വരവേൽപ്പ്. തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ജാഥയെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ആനയിച്ചു. UDF നേതാക്കളായ MP മുഹമ്മദ് കോയ, കണ്ടാത്ത് കുഞ്ഞിപ്പ, ആസാദ് ആദവനാട്, KP ഹുസൈൻ, KP ഷാജഹാൻ, കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, AK സൈനുദ്ദീൻ, KP ഹുസൈൻ, PV സമദ്, MP അബ്ദുൽ മജീദ്, നൌഷാദ് എന്ന കുഞ്ഞിപ്പ, VP സെയ്ദലവി ഹാജി, കൽപ്പ ബാവ, VP കുഞ്ഞാലി, കോട്ടയിൽ അലവി, PC അഷ്റഫ്, P കുഞ്ഞേതുട്ടി ഹാജി, യാസർ പൊട്ടച്ചോല, മെഹർഷാ കളരിക്കൽ, യാസർ പയ്യോളി, മോഹനകുമാർ, സെയ്ദ് മുഹമ്മദ്, ഷറഫുദ്ദീൻ കണ്ടാത്തിൽ, T കുഞ്ഞമുട്ടി, C മൊയ്തീൻ, PT ഷഫീഖ് എന്നിവർ നേതൃത്വം വഹിച്ചു. പൊതുസമ്മേളനത്തിൽ P രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എം കെ മുനീർ, KP കുഞ്ഞിക്കണ്ണൻ, EN വിജയകൃഷ്ണൻ, N സുബ്രഹ്മണ്യൻ, C മമ്മൂട്ടി MLA, VV പ്രകാശ്, KP അനിൽകുമാർ MLA, KNA ഖാദർ, സബാഹ് പുൽപ്പറ്റ, സലീം കരുവമ്പലം, അഷ്റഫ് കോക്കൂർ, PD കാർത്തികേയൻ, V കുഞ്ഞാലി, P സെയ്ദലവി മാസ്റ്റർ, അഡ്വക്കേറ്റ് പത്മകുമാർ, പന്ത്രോളി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടമാലിക്കോയ സ്വാഗതവും കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. രണ്ട് കാലുകളും ഇളകിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന് മുഖം പൊത്താൻ സമയമായെന്ന് ഡോക്ടർ എം കെ മുനീർ. ഇതുതന്നെയാണ് മോദി സർക്കാരിൻ്റെയും അവസ്ഥയെന്ന് മുനീർ പറഞ്ഞു. UDF മേഖലാ പ്രചരണ ജാഥയ്ക്ക് തിരുവല്ലയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ക്ഷേമ പദ്ധതി നിർത്തലാക്കി സാധുക്കളായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് പിണറായി. ഒരു വീട്ടിൽ ഒരു വിധവ എന്ന പദ്ധതിയാണ് പിണറായി ഇപ്പോൾ നടപ്പിലാക്കുന്ന ഏക പദ്ധതി. സ്വന്തം മണ്ഡലത്തിൽ 7 വിധവകളെ സൃഷ്ടിച്ച് പിണറായി ആ പദ്ധതി വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇത് വ്യാപിപ്പിക്കാനുള്ള CPM പ്രവർത്തകരോടുള്ള പിണറായിയുടെ ആഹ്വാനം യാഥാർത്ഥ്യമാകും മുമ്പേ കൈപിടിച്ച് കെട്ടാനാണ് UDFന്റെ യാത്ര. പോലീസ് ഗുണ്ടകളുടെ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുണ്ടകൾ അക്രമം അഴിച്ചുവിട്ടാൽ പോലീസാകട്ടെ നോക്കുകുത്തികളുമാണ്. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത പാർട്ടിയാണ് CPM എന്ന് പറയുന്നത് കാനം രാജേന്ദ്രനാണ്. ഇതിന് മറുപടി പറയുന്നതായിട്ട് പിണറായിയും. CPI ഉൾപ്പെടെ LDF പോഷക സംഘടനകൾ സമരത്തിലാണ്. സെക്രട്ടേറിയറ്റ് നിശ്ചലമാണ്. ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി ശകാരിക്കുന്നു. വകുപ്പ് മേധാവികളുടെ പല്ല് അടിച്ചുപൊളിക്കുമെന്ന് മരാമത്ത് മന്ത്രി പറയുന്നു. ഇത്തരത്തിൽ അവതാളത്തിലായ സർക്കാരിനാൽ പൊറുതിമുട്ടിക്കഴിയുന്ന ജനത്തിന് ആശ്വാസമേകാനാണ് UDFന്റെ ജാഥയെന്നും മുനീർ പറഞ്ഞു. KP രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പിണറായി വിജയന്റെ മന്ത്രിസഭയുടെ 2 കാലുകൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് മുഖം പൊത്താൻ അല്പസമയം കൂടി ആവശ്യമുള്ളൂ എന്നുള്ള ഉജ്ജ്വലമായൊരു പ്രഖ്യാപനമാണ് ഈ സമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയെക്കുറിച്ചും പറയാനുള്ളത്. അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം സമയം അതിക്രമിച്ചതുകൊണ്ട്. എല്ലാ സാമൂഹ്യക്ഷേമ പദ്ധതികളും നിർത്തിവെച്ചു. കാരുണ്യ ബെനവലൻസ് സ്കീം നടപ്പിലാക്കേണ്ടെന്ന് തീരുമാനിച്ചു. അനാഥമായ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാമൂഹ്യ നീതി വകുപ്പുണ്ടാക്കിയ സ്നേഹപൂർവ്വ പദ്ധതി നിർത്തി. കൊച്ചുകുട്ടികൾക്ക് ചെവി കേൾക്കുന്നതിന്, സംസാരിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ശ്രുതി തരംഗം എന്ന കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി ആരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ആശ്വാസ കിരണം എന്ന് പറയുന്ന പദ്ധതി എവിടെയെങ്കിലും ആരെങ്കിലും തളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിചരണം നൽകുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയും നിർത്തലാക്കി.
ഇപ്പം പിണറായി വിജയൻ ആകെ ഒരു പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വീട്ടിൽ ഒരു വിധവ എന്ന പദ്ധതിയാണ്. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 7 പേരെ കൊലപ്പെടുത്തി 7 വിധവകളെ ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ആ പദ്ധതി തന്റെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം CPM പ്രവർത്തകരോട് പറയുന്നത്, കഴിയുന്നത്ര ഈ പദ്ധതി നിങ്ങൾ എല്ലാ മേഖലയിലേക്കും വ്യാപിപ്പിക്കണം എന്നാണ്. അത് ഇവിടെ നടത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആ കൈകളെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ ജാഥ എന്ന് ഞാൻ പറയാനായിട്ട്. ഇവിടെ എല്ലാ ഇടങ്ങളിലും ഭയവിഹ്വലരായിട്ട് ജനങ്ങൾ കഴിഞ്ഞുകൂടുകയാണ്. പോലീസ് നമ്മുടെ സംരക്ഷകരാണ് എന്നാണ് വെപ്പ്. ആ പോലീസിനെ പേടിച്ചിട്ട് തീരദേശങ്ങളിൽ സ്ത്രീകൾ വീടുകളിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഭയപ്പെടുന്ന അവസ്ഥ. പോലീസ് ഗുണ്ടകളുടെ ജോലി ഏറ്റെടുത്തിരിക്കുന്നു. എന്നാൽ ഗുണ്ടകൾ എവിടെയെങ്കിലും ആക്രമണം അഴിച്ചുവിട്ടാൽ അവിടെ പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു. ഇതാണ് കേരളത്തിന്റെ പോലീസ്. ഏതായാലും പിണറായി വിജയന് ഞങ്ങൾ ധാരാളം വിമർശിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ജാഥ ആരംഭിച്ചത്. പക്ഷേ അതിന് അവസരം തരില്ല എന്നൊരു നിർബന്ധമാണ് ഇപ്പോൾ കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ജാഥ പോവല്ലേ, ഞങ്ങൾക്ക് പറയണ്ടേ ഈ പിണറായി വിജയനെ കുറിച്ച്. പക്ഷേ കാനം രാജേന്ദ്രൻ പറയുന്നു, ഇല്ല, ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്തോളാം. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ പേര് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നത് കാനം രാജേന്ദ്രനാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ തിരുനാവായ പ്രാഥമികാരോഗ്യ കേന്ദ്രം. ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നു. കായകൽപ്പം അവാർഡ് നേടിയ PHCയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നു. ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാത്തത് നിലവിലെ ജീവനക്കാർക്ക് ജോലിഭാരം കൂട്ടുകയും ചെയ്യുന്നു. 3 ഡോക്ടർമാരുടെ സേവനം ആവശ്യമായ ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ഓഫീസർ അടക്കം 2 പേർ മാത്രമാണുള്ളത്. മെഡിക്കൽ ഓഫീസർ അനിൽ പിഷാരടി, ഡോക്ടർ ഫരീദ എന്നിവരാണ് നിലവിൽ PHCയിലുള്ളത്. പൾസ് പോളിയോ ദിനങ്ങളിൽ ഒരു ഡോക്ടറുടെ സേവനം പുറത്തു വേണ്ടതിനാൽ ഒരു ഡോക്ടർ മാത്രമാണ് ഈ ദിവസങ്ങൾ പ്രാഥമിക കേന്ദ്രത്തിലെത്തുന്നത്. ചില ദിവസങ്ങൾ ഡോക്ടർ അവധിയെടുക്കുകയോ ഇതര ആവശ്യങ്ങൾക്ക് പുറത്തു പോവുകയോ ചെയ്താൽ രോഗികൾ വലയുന്നു. മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന ശേഷമാണ് ഡോക്ടറെ കാണാൻ സാധിക്കുന്നത്. അന്നത്തെ ഡോക്ടറുടെ ജോലിഭാരം കൂടുകയും ചെയ്യും. കേന്ദ്രത്തിലെ ഫാർമസിയിൽ ഒരു ഫാർമസിസ്റ്റ് മാത്രമാണുള്ളത്. 2 പേരുടെ സേവനമാണ് ഇവിടേക്ക് വേണ്ടത്. ഓഫീസ് ക്ലർക്ക് ഒരാൾ പോലുമില്ല. പ്യൂൺ ഇല്ലാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സ്റ്റാഫ് നഴ്സ് അടക്കമുള്ളവരാണ് പലപ്പോഴും ക്ലർക്കിൻ്റെയും പ്യൂണിൻ്റെയും ജോലി ചെയ്യുന്നത്. ഒരു ക്ലീനിംഗ് ജോലിക്കാരി മാത്രമാണ് ഇവിടെയുള്ളത്. 2 പേർ വേണ്ടിടത്ത് ഒരാളാണ് കേന്ദ്രത്തിലെ ശുചിത്വ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇവരെ പലപ്പോഴും സഹായിക്കുന്നത് കേന്ദ്രത്തിലെ മറ്റു ജീവനക്കാരാണ്. 1,00,000-ലധികം ജനസംഖ്യയുള്ള പഞ്ചായത്തിൽ 23 വാർഡുകളിലെ പ്രാഥമിക കേന്ദ്രത്തിന്റെ കീഴിൽ 9 സബ് സെന്റർ മാത്രമാണുള്ളത്. 9 JHAമാരും 1 HIയുമുണ്ട്. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന PHCയിൽ പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും വകയിൽ അടിസ്ഥാന സൗകര്യങ്ങളേറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളായി വേണ്ടത്ര ജീവനക്കാരില്ലാത്തതിൻ്റെ വീർപ്പൊട്ടലിലാണ് കേന്ദ്രം. ആരോഗ്യവകുപ്പ് കനിയുമെന്ന പ്രതീക്ഷയിലാണ് PHCയിലെ ജീവനക്കാരും നാട്ടുകാരും. തിരൂർ മത്സ്യ മാർക്കറ്റിലെ റീറ്റെയിൽ വ്യാപാരികളുടെ ജനറൽ ബോഡി യോഗം തിരൂർ ചേംബർ ഹാളിൽ വെച്ച് നടന്നു. യോഗം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ ഉദ്ഘാടനം ചെയ്തു. മത്സ്യ മാർക്കറ്റിലെ വ്യാപാരികൾക്ക് തിരൂരിലെ വ്യാപാരികളുടെ പിന്തുണ അറിയിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് മങ്ങാട്ടിൽ ബാവ അധ്യക്ഷത വഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി PP അബ്ദുറഹ്മാൻ, ട്രഷറർ PA റഷീദ്, സെക്രട്ടറി C മമ്മി, A അക്ബർ, A നാസർ, കാട്ടത്ത് ഹംസ, PP വേലായുധൻ, AP സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. പരുത്തിക്കുന്നൻ അസീസ് സ്വാഗതവും അഷ്റഫ് KP നന്ദിയും പറഞ്ഞു. ഒരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് മത്സ്യ മാർക്കറ്റും അതുപോലെ തന്നെ പച്ചക്കറി മേഖലയുമാണ്. ഇത് തകരുകയോ തളരുകയോ ചെയ്താൽ ഒരു നഗരത്തിൻ്റെ മൊത്തത്തിലുള്ള സ്രോതസ് തന്നെ കുറയും. അതുകൊണ്ട് തന്നെ ആ വിപണി ഒരു നഗരത്തിൻ്റെ ഏറ്റവും വലിയ ഇമേജ് മറ്റുള്ള സ്ഥലങ്ങളും കൂടെ ഉയർത്തുന്ന ഒന്നാണത്. അതുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിലായാലും നമ്മുടെ കേരളം വിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു വിപണി എപ്പോൾ മത്സ്യ മാർക്കറ്റോ. ഉണ്ണിയാല അക്രമത്തിലെ മുഖ്യപ്രതി കുഞ്ഞാലകത്ത് ഖാദർ അറസ്റ്റിൽ. കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയയാളെ ഗോവയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ഫെബ്രുവരി 6 പുലർച്ചെ 3 മണിയോടെയാണ് 50ഓളം ലീഗ് സംഘം അക്രമം നടത്തിയത്. 9 CPM പ്രവർത്തകർക്ക് വെട്ടേറ്റിരുന്നു. ഉണ്ണിയാൽ ബ്രസീൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഫിഷറീസ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരം നടത്തിയിരുന്നു.
മത്സരം നടത്താൻ അനുവദിക്കില്ലെന്ന് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് ക്ലബ്ബ് ഭാരവാഹികൾ രാത്രിയിൽ ഗ്രൗണ്ടിൽ കാവലിരുന്നു. ഇവരെയാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. സംഭവത്തിന് ശേഷം പ്രതികൾ നാടുവിടുകയായിരുന്നു. ഗോവയിലുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾക്കെതിരെ ഗുണ്ടായിസം, ഹവാല ഇടപാട്, തട്ടിപ്പ് തുടങ്ങിയവയിൽ തിരൂർ, താനൂർ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ട്. ആലഞ്ചുവടിൽ പോലീസിനെ ആക്രമിച്ച കേസിലും ഉണ്ണിയാലിലെ CPM പ്രവർത്തകരുടെ വീടാക്രമണ കേസിലും മുഖ്യപ്രതിയാണ് ഖാദർ. തീരദേശ മേഖലയിൽ പ്രശ്നമുണ്ടാക്കുകയും തുടർന്ന് വിദേശത്ത് പോയി ഇതിന്റെ പേരിൽ പണം സ്വരൂപിക്കുകയും തന്റെ ബിസിനസ് ശക്തിപ്പെടുത്തുകയുമാണ് ഇയാളുടെ പ്രധാന പ്രവൃത്തിയെന്ന് പോലീസ് പറഞ്ഞു. താനൂർ CIC അലവി, SI സുമേഷ് സുധാകർ, തിരൂർ പ്രൊബേഷണറി SI ഷമീർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ആൽബിൻ, രാജേഷ്, പ്രമോദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തിരൂർ ചമ്രവട്ടം റോഡിൽ അടിക്കടി ഉണ്ടാവുന്ന ബൈക്ക് അപകട മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് ബോധവൽക്കരണ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. ബൈക്ക് യാത്രയിൽ ഹെൽമറ്റ് ധരിക്കുമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. റാലി ചമ്രവട്ടത്ത് തിരൂർ AMVI അഷ്റഫ് സൂർപ്പിൽ ഉദ്ഘാടനം ചെയ്തു. K യൂസഫ് അധ്യക്ഷനായി. P മുനീർ സംസാരിച്ചു. തുടർന്ന് ആരംഭിച്ച റാലി ആലിങ്ങൽ, ആലത്തിയൂർ, BP അങ്ങാടി, തെക്കുമുറി തുടങ്ങിയ തിരൂരിൽ സമാപിച്ചു. റാലിക്ക് KP ഷാജിദ്, P അലി അക്ബർ എന്നിവർ നേതൃത്വം നൽകി. തിരൂർ ജില്ലാ ആശുപത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗവും സാന്ത്വന കൂട്ടായ്മയും സംയുക്തമായി ശേഖരിക്കുന്ന 2017-18 വർഷത്തേക്കുള്ള ഫണ്ട് സമാഹരണത്തിന് ശനിയാഴ്ച തുടക്കമാകും. നിത്യവേദനയിൽ കഴിയുന്ന നിരാലംബരും ശയ്യാവലംബികളുമായ ക്യാൻസർ രോഗികളുടെ ജീവിത നിലവാരവും വേദനാരഹിതമായ ശിഷ്ടജീവിതവും ലക്ഷ്യം വെച്ചുകൊണ്ട് 2012 ഡിസംബർ മാസത്തിൽ തിരൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പാലിയേറ്റീവ് ക്ലിനിക് ആരംഭിച്ചു. തുടക്കത്തിൽ ചില സുമനസ്സുകളുടെ സഹായത്തോടെ ആഴ്ചയിലൊരിക്കൽ ഹോം കെയറും 3 ദിവസത്തെ OPയും നഴ്സസ് പരിശീലനവും നടത്തിവന്നു. എങ്കിലും ഹോം കെയർ സർവീസ് പൂർണ്ണ രൂപത്തിൽ പ്രായോഗികമാക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തടസ്സമായി നിൽക്കുകയാണ്. പരിഹാരമാർഗമായി തിരൂരിലെ മനുഷ്യസ്നേഹികൾ സാന്ത്വന കൂട്ടായ്മയായി രംഗത്തെത്തി. 2016 ജനുവരിയിൽ ഈ കൂട്ടായ്മ 10 ലക്ഷം രൂപ സ്വരൂപിക്കുകയുണ്ടായി. അതുമൂലം ഹോം കെയറിനൊപ്പം സാമ്പത്തിക സഹായമായി പ്രതിമാസം 2.5 ലക്ഷം രൂപയിലധികം പാവപ്പെട്ട രോഗികൾക്ക് നൽകുവാനും കഴിയുന്നുണ്ട്. കൂടാതെ വീൽചെയർ, വാക്കർ, എയർബെഡ്, കൊളസ്റ്റമി ബാഗ് എന്നിവയും രോഗികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിശേഷ ദിവസങ്ങളിൽ ഭക്ഷണ കിറ്റും നൽകി വരുന്നു. രോഗികളുടെ ക്രമാതീതമായ വർധനവ് പരിചരണത്തിനായുള്ള സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചതിനാൽ ധനസമാഹരണം തുടരുകയും 20 ലക്ഷം രൂപ കഴിഞ്ഞ വർഷത്തിൽ സമാഹരിക്കുകയും ഹോം കെയർ വിപുലപ്പെടുത്തുകയുമുണ്ടായി. ഈ വകയിൽ 18 ലക്ഷം രൂപ വരെ ഇതുവരെ ചെലവഴിച്ചു കഴിഞ്ഞു. കൂടാതെ പ്രതിമാസം സുമനസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന തുക പ്രവർത്തനങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കുള്ള ശക്തി ഇനിയും സ്നേഹനിധികളായ മനുഷ്യസ്നേഹികളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന കാരുണ്യം ഒന്ന് മാത്രമാണ്. സന്നദ്ധ പ്രവർത്തകരുടെയും വളണ്ടിയർമാരുടെയും പരിശീലനവും ധനസമാഹരണവും ത്വരിതപ്പെടുത്തി മേൽപ്രവർത്തനങ്ങൾ തുടരാനാണ് കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത്. പകൽ സമയ രോഗി പരിചരണ കേന്ദ്രം, രോഗികൾക്കായി കൈത്തൊഴിൽ പരിശീലന നിർമ്മാണ യൂണിറ്റ് എന്നിവയും രാത്രികാലങ്ങളിൽ രോഗി പരിചരണം ഉറപ്പുവരുത്താൻ 24 മണിക്കൂറും സർവീസ് തുടങ്ങിയവയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. തിരൂർ ജില്ലാ ആശുപത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗവും സാന്ത്വന കൂട്ടായ്മയും സംയുക്തമായി നടത്തുന്ന പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ 2017-18 വർഷത്തേക്കുള്ള ഫണ്ട് സമാഹരണത്തിന് ശനിയാഴ്ച തുടക്കമാകും. ശനിയാഴ്ച കാലത്ത് 11 മണിക്ക് തിരൂർ താഴെപ്പാലം സംഘം റെസിഡൻസിയിൽ നടക്കുന്ന ചടങ്ങ് C മമ്മൂട്ടി MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് S ഗിരീഷ് അധ്യക്ഷനാകും. അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് അസോസിയേഷൻ തിരൂർ മേഖലാ സമ്മേളനം തിരൂർ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. തിരൂർ ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ALCA സംസ്ഥാന പ്രസിഡന്റ് M ദിലീപ് ഉദ്ഘാടനം ചെയ്തു. രഞ്ജിത്ത് വെട്ടം അധ്യക്ഷനായി. അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം ജില്ലാ ജനറൽ സെക്രട്ടറി ഫസലു, ജില്ലാതല പ്രൈസ് ലിസ്റ്റ് വിതരണം ജില്ലാ ട്രഷറർ അബ്ദുറഹിമാൻ എന്നിവർ നിർവഹിച്ചു. സലീം കോട്ടയ്ക്കൽ, അസീസ് ഡെക്കോർ, VM സ്വാലിഹ്, സാദിഖ് എന്നിവർ സംസാരിച്ചു. ഒരു റോഡാണ്, ഒരു വലിയൊരു ഹൈവേ, ഭയങ്കര തിരക്ക് പിടിച്ച ഹൈവേ. അതിലേക്ക് ഒരു മരം കടപുഴകി വീഴും. 2 സൈഡിലും വാഹനങ്ങൾ വന്ന് തിങ്ങിക്കൂടാൻ തുടങ്ങി. എല്ലാവരും വണ്ടി തന്നെ ഇരിക്കുക. ആരെങ്കിലും ഇതൊന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കണ്ട് പോകാമെന്നുള്ള രീതി. ആരും പുറത്തിറങ്ങുന്നില്ല. ചില ആൾക്കാർ AC-ലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്നുണ്ട്, ചില ആൾക്കാർ പാട്ട് കേൾക്കുന്നുണ്ട്, ചില ആൾക്കാർ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. ആളുകൾ തമ്മിൽ പിന്നെ എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നമ്മളൊക്കെ കുറ്റം പറയാൻ തുടങ്ങി. നശിച്ച സമയം, ഏത് സമയത്താണ് ഇവിടെ എത്തിപ്പെട്ടത്? അങ്ങനെ പറഞ്ഞ ഇഷ്ടംപോലെ മെമ്പേഴ്സ് നമ്മളെ കൂടെ ഉണ്ട്. ഇതിൽ എത്തിപ്പെട്ടു കുടുങ്ങിയല്ലോ എന്ന് പറയുന്ന കുറേ ആളുകൾ നമ്മുടെ മേഖലയിലുണ്ട്. അങ്ങനെ എല്ലാവരും തമ്മിൽ പഴി പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് ഒരു പിഞ്ചു ബാലൻ, ഒരു 5 വയസ്സ് പ്രായം കാണും മാക്സിമം പോയി, 5 വയസ്സ് 6 വയസ്സ്. പുള്ളി എന്ത് ചെയ്തു, സ്കൂളിൽ പോകുന്ന വഴിയത്ത് തൊപ്പിയൊക്കെ തലയിലിട്ട്, മഴയൊക്കെ പെയ്യുന്നില്ല, അതൊന്നും പ്രശ്നമാക്കിയില്ല. പോയിട്ട് ഈ മരത്തിൻ്റെ മുകളിൽ വെച്ച് വലിയൊരു മരമാണ്, പുള്ളി കൈ വെച്ച് തള്ളാൻ തുടങ്ങി. അനങ്ങില്ല എന്നുള്ളത് 100% ഉറപ്പാണ്, പുള്ളിക്കാരാണ്. പക്ഷെ ഈ കാഴ്ച കണ്ട സമയത്ത് ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഇത് കാണുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഇരിപ്പുറയ്ക്കും, കാരണം ചെറിയ ബാലനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു.
ഭാരതപ്പുഴയിൽ തിരുനാവായ കടവിൽ കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശി മണിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. തിരുനാവായിൽ പഴയ സാധനങ്ങൾ പെറുക്കി വിറ്റ് ജീവിക്കുകയായിരുന്നു മണി. പുഴയിൽ കണ്ടെത്തിയ ജഡം തമിഴ്നാട് സ്വദേശിയുടേതാണെന്ന വാർത്തയറിഞ്ഞതിനെ തുടർന്ന് തിരുനാവായിൽ ആക്രി കച്ചവടം നടത്തുന്നയാൾ തിരൂർ സ്റ്റേഷനിലെത്തി ഫോട്ടോ കണ്ടാണ് മണിയെ തിരിച്ചറിഞ്ഞത്. നിത്യേന വൈകിട്ട് ആക്രി സാധനങ്ങളുമായി കടയിലെത്താറുള്ള മണി 3 ദിവസമായി വരാറില്ലെന്ന് കടയുടമ പറഞ്ഞു. ഇതോടെ 2 ദിവസമായി മരണം സംഭവിച്ചെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം ഏറ്റുവാങ്ങാൻ തമിഴ്നാട്ടിൽ നിന്നും ബന്ധുക്കൾ തിരൂരിലെത്തിയിട്ടുണ്ട്. മണിയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മുത്തൂർ ചെമ്പഞ്ചേരി കുടുംബക്ഷേത്രത്തിൽ കലങ്കരി മഹോത്സവം നടന്നു. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കലങ്കരി ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നാഗപൂജയും കലങ്കരി ചടങ്ങുകളും നടന്നു. കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നിത്യപൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും മറ്റ് ചടങ്ങുകളും നടന്നു. ഉച്ചയ്ക്ക് നടന്ന പ്രസാദവൂട്ടിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് തായമ്പകയും നാഗപൂജയും കലങ്കരിയും നടന്നു. അന്താരാഷ്ട്ര പയർ വർഷത്തിന്റെ ഭാഗമായി തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലെ UP വിഭാഗം സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പയർവർഗ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. പയർവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. പരിപാടി പ്രധാനാധ്യാപകൻ MK ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ വിജി വിശ്വൻ, PTA പ്രസിഡന്റ് ഹംസ എന്നിവർ സംസാരിച്ചു. VKP അനിൽകുമാർ, പ്രഭിത P, T രജിത, ജയശ്രീ, നിഷ എന്നിവർ നേതൃത്വം നൽകി. 2016 അന്താരാഷ്ട്ര പയറുവർഗ വർഷമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മലയാളികളുടെയൊക്കെ ഭക്ഷണത്തിലെ ഒരു പ്രധാന വിഭവമാണ് പയറുവർഗ്ഗങ്ങൾ. ഇത്തരം പയറുവർഗ്ഗങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും അതിൻ്റെ പോഷകമൂല്യവുമെല്ലാം കുട്ടികളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. പയറുവർഗ്ഗങ്ങൾ പോഷകങ്ങളുടെ കലവറയാണ്. പലതരത്തിലുള്ള വിറ്റാമിനുകളും ഫൈബറുകളും ധാതു ലവണങ്ങളും കാർബോഹൈഡ്രേറ്റ് എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പയറുവർഗ്ഗങ്ങൾ പ്രധാനപ്പെട്ടത് സോയാബീന്, പട്ടാണി പയർ, പിന്നെ ചെറുപയർ, കടല തന്നെ പലതരത്തിലുണ്ട്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങൾ. അപ്പം ഇതിൽ തന്നെ നമ്മളെ പല ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, കൊളസ്ട്രോള്, ഇത്തരമുള്ള അസുഖങ്ങളൊക്കെ തടയാൻ പയറുവർഗ്ഗങ്ങൾ നിത്യേന ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അമരയിലൊക്കെ ധാരാളം ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം നമുക്ക് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ പറ്റും. അതേപോലെ തന്നെ ചെറുപയറിൽ ധാരാളം വൈറ്റമിൻ B അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പയറുവർഗ്ഗങ്ങൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. 2017 ഈ വർഷം പയർ വർഷമായിട്ടാണ് ആചരിക്കുന്നത്. അത് ഞങ്ങളെ സ്കൂളിൽ ഭക്ഷ്യമേളയായിട്ട് നല്ല രീതിയിൽ തന്നെ നവാമുകുന്ദ സ്കൂളിൽ ആചരിച്ച് വരുന്നുണ്ട്. പയർവർഗ്ഗം നമ്മുടെ ശരീരത്തിന് തന്നെ ആവശ്യമുള്ളതാണ്. പ്രോട്ടീനും മിനറൽസും എല്ലാത്തിനും ആവശ്യമുള്ളതാണ്. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയതൊക്കെ തന്നെ മറ്റു വീട്ടിൽ പരീക്ഷിക്കാനും നമുക്ക് ഉപയോഗിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഡോക്ടർ MK മുനീർ നയിക്കുന്ന UDF മേഖലാ ജാഥയ്ക്ക് തിരൂരിൽ ഗംഭീര വരവേൽപ്പ്. ഉണ്ണിയാൽ അക്രമത്തിലെ മുഖ്യപ്രതി പിടിയിൽ. കൃത്യം നടത്തി മുങ്ങിയ പ്രതി കുഞ്ഞാലകത്ത് ഖാദറിനെ പിടികൂടിയത് ഗോവയിൽ നിന്ന്. ബൈക്ക് അപകടങ്ങൾ പെരുകുന്നതിനെതിരെ ബോധവൽക്കരണവുമായി DYFIയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി. അന്താരാഷ്ട്ര പയർ വർഷത്തിന്റെ ഭാഗമായി നവാമുകുന്ദ ഹൈസ്കൂളിൽ ഒരുക്കിയ പയർവർഗ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. ഇതോടെ വാർത്താ അവസാനിക്കുന്നു. നമസ്കാരം.